മൊന്തയിൽ പാലൊക്കെ ആയിട്ട് ഞാൻ അതാരത് ഗസ്റ്റ് റോളിൽ അത് നമ്മുടെ കുട്ടൂസനാട്ടാ. അത് ആ പൊട്ട് കാണുമ്പോൾ മനസ്സിലാവണില്ലേ, കുട്ടൂസൻ എന്നാണ് പേരെന്ന് വെച്ചാലും ഞാൻ എല്ലാവർക്കും പൊട്ട് കുത്തി കൊടുക്കും. ഇതിപ്പോൾ നാളെ വരുമ്പോൾ ഈ പൊട്ടൊന്നും ഉണ്ടാവില്ല. ഉച്ചയായോണ്ട് ചോറ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാ. എന്തായാലും അവന് കുറച്ച് ചോറ് ആദ്യം കൊടുക്കാം, എന്നിട്ട് നമ്മൾ നമ്മുടെ ബാക്കി കാര്യം നോക്കാം. ദിവസത്തിൽ 1-2 വട്ടം എന്നെ കാണാൻ വരും കേട്ടോ. പിന്നെ ആളുടെ മഷിയിട്ടൊക്കെ കാണൂല്ല. അതുകൊണ്ടാണ് ഞാൻ കുട്ടൂസ് എന്ന് പേരിട്ടേക്കണേ. ഒരു മിന്നിമറയിൽ പോലെയാണ്. അങ്ങനെ ബാക്ക് ടു മൈ മൊന്ത ആൻഡ് പാൽ. ഇതിപ്പോൾ പാലൊക്കെ ആയിട്ട് എങ്ങോട്ടാന്നല്ലേ പറയാം. വഴി പുല്ല് കയറിയിട്ട് ഇത്തിരി ഭീകരാണെങ്കിലും വഴിയിലെ കാഴ്ചകൾ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ഇത്ര നാളെ വഴി കൂടെ പോയിട്ടും ഇതുവരെയായിട്ട് ഇത്രയധികം ചിത്രശലഭത്തിന് ഞാൻ ഈ വഴിയിൽ കണ്ടിട്ടില്ല. അതിൽ ഫുള്ളും വൈറ്റും യെല്ലോയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ ഒരു വെറൈറ്റി ചിത്രശലഭത്തിനെ കണ്ടത്. എന്താ അങ്ങനെ? അതെന്താ 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 നീ അങ്ങനെ പിടിച്ച്? എന്തോ ബാക്കിൽ 2 ബട്ടർഫ്ലൈയോ? അങ്ങനെ താഴത്തു മുകളിലില്ലേ, അതാണ് തോന്നേ. താഴത്തു മുകളിലുള്ള ബട്ടർഫ്ലൈ ഉണ്ടോ? അങ്ങനെ ഉണ്ടാവുന്ന തോന്നേ, പിക്ചറിലൊക്കെ. ബൈ ദ ബൈ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഇനിയാണ് നമ്മളുടെ ആ സർപ്രൈസ് ഉള്ളത്. പറഞ്ഞു വരുമ്പോൾ ഇത്രയും ട്രോമ സ്റ്റോറിയാണ്. ഇവരുടെ അമ്മ എൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിച്ച് പോയതന്നല്ലേ. എങ്ങനെയോ ഇൻസിഡൻ്റലി വൈകിട്ട് മരിച്ചു കിടക്കണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആൾക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സ്കെൽറ്റൻ ബോഡി ആയിട്ടായിരുന്നു ആ ഡോഗ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്താ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഒന്നല്ലെങ്കിൽ അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വിചാരിക്കണം. എന്തായാലും കുട്ടികൾ പാലുകൂടി മാറാത്ത കുട്ടികൾ. ഇവർ സ്വന്തമായിട്ട് ഫുഡ് എടുത്ത് തുടങ്ങണവരെങ്കിലും നോക്കിയില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടില്ല. പക്ഷേ ഇതൊന്നല്ല പ്രശ്നം. ഈ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റ പാട് എനിക്കറിയുള്ളൂ കേട്ടോ.